നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വീഡിയോ കണ്ടു. ചിരിക്കണോ കരയണോ എന്ന് തോന്നിപ്പോയി. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിന് സമീപം ആ കോമ്പൗണ്ടിനോട് ചേർന്നൊരു ബി.എഡ് കോളേജ് ഉണ്ട്. അവിടെ ചില തിരിമറികളും വെട്ടിപ്പും ഒക്കെ നടന്നു കാണിച്ച് അവിടുത്തെ പ്രിൻസിപ്പലായിരുന്ന റോയിയെയും ക്ലാർക്കായിരുന്ന അനിൽ ETCയെയും മാനേജ്മെന്റ് അങ്ങ് പുറത്താക്കിയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവരെ പുറത്താക്കിയെന്ന വാർത്ത വന്നപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇവർ രണ്ടുപേരും എൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളുമാണ്, അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോഴും ഇപ്പോഴും അനിലിനെ സസ്പെൻഡ് ചെയ്തിട്ട് അന്വേഷണത്തിനൊടുവിൽ പിരിച്ചുവിടുകയാണ് അന്നത്തെ മാനേജറായിരുന്ന ബേബി തോമസ് അച്ഛൻ. ഏതാ സീനിയറായ ആ കോളേജിൽ, കൊട്ടാരക്കര കോളേജിൽ പഠിപ്പിച്ചിരുന്ന ബേബി തോമസ് അച്ഛനെ ആ അച്ഛൻ ചെയ്തത്. അച്ഛൻ ഏകപക്ഷീയമായി ചെയ്തതല്ല. ചെങ്ങമനാട് ബേത്ലഹേം ആശ്രമ ചാപ്റ്ററിന്റെ തീരുമാനം നടപ്പിലാക്കിയതാണ് അച്ഛൻ. റോയി 56 വയസ്സ് തേക്കുന്നത് ആ മാസം, അതായത് മെയ് 31-നായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് റോയിയെ അച്ഛൻ അങ്ങ് സർവീസിൽ നിന്ന് വിരമിപ്പിച്ച് ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത് വിടുകയും ചെയ്തു. അതും ആശ്രമ ചാപ്റ്ററിന്റെ നിർദ്ദേശമനുസരിച്ചാ, അവരുടെ തീരുമാനം അനുസരിച്ചാ. എന്തൊരു കാര്യവും ഈ ബേബി അച്ഛൻ ചെയ്താലും ചാപ്റ്ററിനോട് ആലോചിക്കാതെ, അവിടെ ഒരു തീരുമാനമെടുക്കാതെ ചെയ്യത്തേയില്ല. അങ്ങനെ എൻ്റെ 2 സുഹൃത്തുക്കളും ആ കോളേജിൽ നിന്ന് പുറത്തായി. നല്ല കാര്യവുമുണ്ടോ? എൻ്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ പുറത്താക്കാനെന്ന് ഞാൻ ബേബി അച്ഛനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുക, ഇത് സ്വാശ്രയ കോളേജാണ്, അവിടെ ആരെ സ്റ്റാഫായി വയ്ക്കണമെന്ന്, ആരെ നിയമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് മാനേജ്മെന്റിന് തീരുമാനിക്കാമെന്ന്. അതായത് അവർക്കിഷ്ടമുള്ള ചാപ്റ്റർ തീരുമാനിക്കുന്ന ആളുകളെ ആരെയും വെക്കാമെന്ന്. അതിന് പുറത്താരുടെയും അനുവാദം വേണ്ട പോലും. അത് എൻ്റെ അനുവാദം വേണ്ടാതെ. ഏതായാലും അവരെ പുറത്താക്കിയതിനെ ചോദ്യം ചെയ്ത് എൻ്റെ 2 സുഹൃത്തുക്കളും കോടതിയെ സമീപിച്ചു. അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നത്. ആ കേസ് ഇപ്പോഴും കോടതിയിൽ കിടപ്പുണ്ടെന്ന കഴിഞ്ഞ ദിവസം വരെ അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അന്ന്, അതായത് 2023-ൽ അവരെ പുറത്താക്കിയത് മാത്രമല്ല, വിസിറ്റിംഗ് ബിഷപ്പ് നിക്കോദിമോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആശ്രമ ചാപ്റ്റർ തീരുമാനിക്കുന്നു ഇവർക്കെതിരെ പോലീസിൽ കേസ് കൊടുക്കണമെന്ന്. എന്തോന്നിനാ? ഇവർ 2 പേരും ചേർന്ന് സർക്കാരിൽ നിന്നും SC/ST വിദ്യാർത്ഥികൾക്ക് കൊടുത്ത ഫണ്ട് അത് അടിച്ചു മാറ്റി പോലും. മാത്രമല്ല സ്റ്റാഫുകളുടെ PF യഥാസമയങ്ങളിൽ അടയ്ക്കാതെ ക്രമക്കേട് നടത്തിയെന്ന് പോലും. അങ്ങനെയാണ് ചാപ്റ്റർ ചുമതലപ്പെടുത്തിയതനുസരിച്ച് പോലീസിൽ കേസ് ബേബി അച്ഛൻ കൊടുക്കുന്നത്. മാത്രമോ, അത് പത്രമാധ്യമങ്ങളിലെല്ലാം വരികയും ചെയ്തു. മാനഹാനിക്ക് വേറെ വല്ലതും വേണോ? എൻ്റെ 2 സുഹൃത്തുക്കളും ഒടുവിൽ പോകേണ്ടി വന്നു. കാരണം പോലീസ് ഒക്കെ അകത്തിട്ടാൽ പിന്നെ ജീവിച്ചിരിക്കണം. അങ്ങനെ അവരെ പോലീസ് അന്വേഷിച്ചു നടക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യവുമായി ആശാന്മാർ പൊങ്ങുന്നത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ നെഞ്ചു വിരിച്ച് കൊച്ചിൻ ഹനീഫയും സലീം കുമാറും ഒക്കെ ഒരു സിനിമയിലെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് അറിയാമല്ലോ, വലിയ ഗുണ്ടാ നേതാക്കളെ പോലെ. ഇവരും അങ്ങനെ ചെന്നു. കയ്യിലിരുന്ന മുൻകൂർ ജാമ്യം എടുത്ത് SIയുടെ മുന്നിലോട്ട് എടുത്ത് കൊടുത്തു. അപ്പോഴേക്കും SI ഞെട്ടി. പോലീസ് അന്വേഷണം നേരത്തെ തുടങ്ങിയിരുന്നു. പിന്നെ വീണ്ടും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അവർ അന്ന് മുഖ്യ SC/ST ഫണ്ട് മുഴുവൻ അടച്ചതായുള്ള രേഖകൾ പോലീസിന് കൈമാറുന്നു. അങ്ങനെ ഏമാന്മാർ ഗാന്ധിയെ വണങ്ങി ആ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട്, കാണാതായ പൈസ എല്ലാം കിട്ടിയെന്ന് കാണിച്ച് കോടതിയിൽ കേസ് അവസാനിപ്പിക്കാൻ കൊടുത്തു. എന്നാൽ ആശ്രമം ചാപ്റ്റർ മാനേജരും അടങ്ങിയില്ല. അവർക്ക് ഈ കേസ് അന്വേഷിക്കണം. കാരണം PF തുക കൃത്യസമയത്ത് അടയ്ക്കാത്തതിന് അതിന്റെ ഫൈനും പലിശയും അടക്കം 13 ലക്ഷം രൂപ ചാപ്റ്റർ അടയ്ക്കേണ്ടി വന്നു. 1-2 അല്ല, 13 ലക്ഷം. മാത്രമല്ല ഈ കോളേജിൽ നിന്ന് 1 രൂപ പോലും വരുമാനവും കിട്ടുന്നില്ല. തുടങ്ങിയ കാലം മുതൽ ആകെ കൈനഷ്ടം, മാനനഷ്ടം. അതുകൊണ്ട് വീണ്ടും ഈ കേസ് പുനരന്വേഷിക്കാൻ SP-ക്ക് കൊടുത്തു പരാതി. അതും ഒരു DYSP അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ നോക്കിയപ്പോൾ, പോലീസ് നോക്കിയപ്പോൾ ഒരു സാധനം മോഷ്ടിച്ചു, അത് ഏറെ നാൾ കഴിഞ്ഞ് മോഷണ വസ്തു തിരിച്ചു കൊണ്ടുവച്ചാൽ മോഷണം ഇല്ലാതാവുമോ? മോഷണം തന്നെയാണ്. പോലീസുകാരല്ലേ. അവർ കേസ് കോടതിയിൽ കൊടുത്തു. ആ റിപ്പോർട്ട്, ആ കേസും കോടതിയിൽ കിടക്കുകയാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് അനിൽ ETCയുടെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കണ്ടത്. അഗ്നിശുദ്ധി വരുത്തി അനിലും റോയിയും കോളേജിൽ തിരിച്ചു കയറിയെന്ന്, അനിലിനെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച് കേസുണ്ടാക്കി വെളിയിലാക്കിയതാണെന്ന്
അത് കണ്ടപ്പോൾ എനിക്കും വിഷമം തോന്നി. കാരണം കെട്ടിച്ചമച്ച് അദ്ദേഹത്തെ പുറത്താക്കി. കാരണം ഞങ്ങള് അനിലും റോയിയും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. റോയി BJPയുടെ സ്ഥാനാർത്ഥിയായി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ ആ കോളേജിന്റെ വാർഡിൽ മത്സരിച്ചു. 7 വോട്ട് വാങ്ങിയപ്പോൾ ഞാൻ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ആളാണ്, അറിയാമോ? അനിൽ തൃക്കണ്ണമംഗൽ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 32 വോട്ട് വാങ്ങിയപ്പോഴും അനിലിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അതൊക്കെ പോട്ടെ, അതൊക്കെ വേറെ കാര്യം. ഇപ്പോൾ രണ്ടുപേരും തിരിച്ചു കയറിയപ്പോൾ എനിക്ക് പെരുത്ത സന്തോഷമായി. ഞാൻ അതൊന്ന് അന്വേഷിക്കാൻ ഇറങ്ങി. അങ്ങനെ ഇന്നലെ വരെ അന്വേഷിച്ചപ്പോൾ ചില കാര്യങ്ങൾ പിടികിട്ടി. അതൊന്ന് പങ്കുവെക്കുകയാണ് പ്രേക്ഷകരുമായി. മാനേജർ പോലീസിൽ കേസ് കൊടുത്തപ്പോൾ തന്നെ ഈ കണക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഓഡിറ്റ് ചെയ്ത് കിട്ടുവാൻ ഒരു ഫോറൻസിക് ആഡിറ്റ് ഫേമിനെ ചുമതലപ്പെടുത്തി. ഏതാ ഫോറൻസിക് ആഡിറ്റ്? അവരുടെ റിപ്പോർട്ടുകളും കണ്ടെത്തലുകളും കിട്ടി. അത് കൃത്യമായിരുന്നു. അവരുടെ റിപ്പോർട്ടുകളെല്ലാം പറയണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ എഴുതാനും തീരില്ല കേട്ടോ. 39 പേജുണ്ട്, 1 2 അല്ല 39 പേജ്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ചില ചോദ്യങ്ങൾ സംശയങ്ങൾ മാത്രം ഞാൻ പറയാം. അതിനുള്ള ഉത്തരം കോളേജ് മാനേജ്മെന്റ് തരണം. ഇവിടെ PTA ഫണ്ട്, യൂണിയൻ ഫണ്ട്, ഈ ഇനത്തിലൊക്കെ ഓരോ കുട്ടിയിൽ നിന്നും 2000 രൂപ വീതം പിരിക്കും. ആ കണക്കിലെ ലക്ഷങ്ങൾ, ഏകദേശം 200 കുട്ടികളുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ, മിനിമം 200 കുട്ടികളുണ്ട് കോളേജിലെ. അപ്പോൾ ഒരു വർഷം 4 ലക്ഷം രൂപ. അങ്ങനെ ആ കണക്കിലെ ലക്ഷങ്ങൾ, അത് ഒരു വർഷത്തെ അല്ല, വർഷങ്ങളായിട്ടുള്ളത്. എവിടെ? 2022 വരെ ആശ്രമത്തിന് ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. 2022 ശേഷം 25 ലക്ഷം രൂപ മുതൽ 90 ലക്ഷം വരെ നീക്കിയിരിപ്പ് ഫണ്ട് ആശ്രമം അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോ 22 വരെയുള്ള നീക്കിയിരിപ്പ് എവിടെ? അത് കോടികൾ വരില്ലേ? KCC ലക്ഷങ്ങളുടെ ഡെപ്പോസിറ്റ് എവിടെ? കോളേജിന്റെ അക്കൗണ്ടിൽ നിന്ന് അനിലിന്റെയും റോയിയുടെയും വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്ക് ലക്ഷങ്ങൾ പലതവണ ട്രാൻസ്ഫർ ചെയ്ത തുകകൾ എവിടെ? കോളേജിന്റെ ഔദ്യോഗിക അക്കൗണ്ട് അല്ലാതെ പ്രിൻസിപ്പലിന്റെ പേരിൽ വ്യാജ അക്കൗണ്ട് തുറന്ന് ലക്ഷങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതെന്നാണ് ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അതെവിടെ? എന്തിന്? ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ എടുക്കുകയും അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. അതെന്തിനു വേണ്ടി? 1 2 തവണയല്ല കേട്ടോ, പലതവണയാണ്. ഏതെങ്കിലും കോളേജിൽ ഓഫീസിനോട് ചേർന്ന് ഒരു ബെഡ്റൂം ഉണ്ടാക്കുമോ? കട്ടിലും AC ഒക്കെ ഉള്ള ബെഡ്റൂം. അതിലെന്താ നടക്കുന്നത്? എന്താ നടന്നത്? അത് അന്നത്തെ മാനേജരും പ്രിൻസിപ്പാളും ക്ലാർക്കും പറയാൻ ബാധ്യസ്ഥരാണ്. ഒടുവിൽ ബേബി തോമസ് അച്ഛൻ അതിന്റെ മാനേജരായി വന്നപ്പോഴാണ് ആ ബെഡ് മാറ്റി ക്ലാസ് റൂം ആക്കി മാറ്റിയത്. പിന്നെ ഇവരെ പുറത്താക്കിയതിന് പിന്നാലെ മാനേജർ ചെന്ന് നോക്കുമ്പോൾ കോളേജിലെ മുഴുവൻ രേഖകളും കാണാനില്ല. ആരാണ് കടത്തിക്കൊണ്ട് പോയത്? ക്യാഷ് ബുക്ക്, ലെഡ്ജർ തുടങ്ങി ബാങ്ക് പാസ്ബുക്ക് വരെ കാണാനില്ലായിരുന്നു. മാനേജ്മെന്റിന്റെ അനുമതി ഇല്ലാതെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു പ്രിൻസിപ്പാളും അവിടെ ഒരു ക്ലാർക്കും ചേർന്ന് ഇവർക്ക് മാത്രം ശമ്പളം കൂട്ടിയെടുക്കുമോ? കൂട്ടിയങ്ങ് എഴുതിയെടുത്തു. ഇവിടെ അങ്ങനെ കൂട്ടിയത് എന്തിനാ? ഇനി ഇപ്പോഴത്തെ മാനേജരും ആശ്രമം സുപ്പീരിയറുമായ സക്കറിയ റംബാച്ചനോട് 1 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ. എൻ്റെ പഴയ വികാരിയും എൻ്റെ സീനിയറായി പഠിച്ചതുമാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എവിടെ വെച്ച് കൊണ്ടാലും വർത്താനം പറയാതെ പോവില്ല. ഇടയ്ക്കിടെ വിളിക്കാൻ, ക്ഷേമം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യും റംബാച്ചോ. അങ്ങുകൂടി ഇരുന്നെടുത്ത ചാപ്റ്റർ തീരുമാനമാണ് ഇവർക്കെതിരെ പോലീസിൽ കേസ് കൊടുക്കാനും ഫോറൻസിക് ഓഡിറ്റ് നടത്താനും ഇവരെ പുറത്താക്കാനും തീരുമാനിച്ചത്. എന്നിട്ട് അങ്ങ് തന്നെ ഇവരെ തിരിച്ചെടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവരെ തിരിച്ചു കയറ്റിയപ്പോൾ പുറത്താക്കിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ശമ്പളവും അലവൻസും ലക്ഷങ്ങൾ കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നു. ഞാൻ കണ്ടില്ലേ? ഉള്ളതാണോ റംബാച്ച ആ കേൾക്കുന്നത്? ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിക്കാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു യോഗമേ. നമിക്കുന്നു റംബാച്ച, നമിക്കുന്നു. പിന്നെ ഇതിനൊക്കെ മുൻപ് റംബാച്ചൻ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നപ്പോഴേ, അതായത് 2015 മുതൽ അന്നത്തെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു, ഒരു വൗച്ചർ മാത്രം എഴുതി വെച്ചിട്ട്, ഒന്നല്ല പല വൗച്ചറുകൾ എഴുതി വെച്ചിട്ട് 10 15 ലക്ഷം എഴുതിയെടുത്തിരിക്കുന്നുവെന്ന്. അതാർക്ക് എന്തിനു കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ കോടികളുടെ ക്രമക്കേടുകൾ നടത്തിയവരെയാണോ റംബാച്ച വീണ്ടും എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് ഇറക്കി വിട്ട കസേരയിൽ തന്നെ തിരിച്ചു കയറ്റിയിരുത്തിയത്? ഇനിയും ഇവരെ പുറത്തു നിർത്തിയാൽ അങ്ങയുടെ ചില ക്ലിപ്പുകൾ ഇവരുടെ കയ്യിലുണ്ടെന്നാ കേൾക്കുന്നത്. അതൊക്കെ പുറത്തു വരുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇവരെ കയറ്റിയില്ലെങ്കിൽ ഉള്ളതാണോ റംബാച്ച? എനിക്കറിയില്ല കേട്ടോ. വല്ലതും ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ അകത്ത് കയറ്റാവൂ. പിന്നെ പല ഇടപാടുകളും നിങ്ങൾ തമ്മിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഉള്ളതാണോ റംബാച്ച?
കേൾക്കുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് പക്ഷേ നോക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കാനും വയ്യ. ചിന്തിക്കാൻ ഉള്ള സാഹചര്യങ്ങളുണ്ട്. ഏതായാലും ഇതിനൊരു മറുപടി റമ്പാച്ചൻ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. റമ്പാച്ചൻ തരണം. അനിലും റോയിയൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ടാണ് പോകുന്നത്. അവരെ ഞാൻ കുറ്റം പറയാല. റമ്പാച്ചൻ ഇതിനൊരു മറുപടി തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. നേരെ വന്നാൽ അതിനുള്ള തെളിവുകൾ ഞാൻ തരാം. ഈ കേസ് തുടങ്ങിയപ്പോൾ തന്നെ, ഇതിൻ്റെ ഇങ്ങനെ ആരോപണം വന്നപ്പോൾ തന്നെ ഇതിൻ്റെ മുഴുവൻ രേഖകളും വിവരാവകാശം മുഖേന SC/ST വകുപ്പിൽ നിന്ന്, PF വകുപ്പിൽ നിന്നൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതും ഒരു കെട്ടുണ്ട്. അതെല്ലാം കാശ് മുടക്കി എടുത്തു വെച്ചതാ. അവർ സാധാരണ 1 ഷീറ്റോ 2 ഷീറ്റോ ഒക്കെ തരുമ്പോഴാണ് ചുമ്മാ ഫ്രീ ആയിട്ട് തരുന്നത്. 2 രൂപയ്ക്കൊക്കെ തരുന്നത്. ഇത് ഞാൻ കാശ് കൊടുത്തു. അവർ പറഞ്ഞ പൈസ മൊത്തം കൊടുത്തു. ഒരു കെട്ടാ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിന്റെ മുഴുവൻ രേഖകളും ഉണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ അതെല്ലാം കാണിക്കാം. കൈ തന്നു കൊടുത്തില്ല, കാണിച്ച് ബോധ്യപ്പെടുത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. കാരണം എൻ്റെ ചങ്കുകളാണ് അനിലും റോയിയൊക്കെ. ഞങ്ങളുടെ ചങ്കിൻ്റെ ഒരു വിഷയം വരുമ്പോൾ ഒരു സുഹൃത്തായ എനിക്ക് ഇതൊക്കെ അന്വേഷിക്കാനൊക്കെ പിന്നെ ഇതൊക്കെ ശേഖരിച്ച് വെക്കാനും ഒക്കെ ഒരു കടമയില്ലേ? സുഹൃത്തുക്കളായി പോയില്ലേ? അതുകൊണ്ട് മാത്രം ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്. എൻ്റെ സഭയുടെ, എൻ്റെ ഭദ്രാസനത്തിൻ്റെ അല്ല കേട്ടോ, ഭദ്രാസനമോ അതുകൊണ്ട് ഒരു ബന്ധമില്ല. എൻ്റെ സഭയുടെ കോളേജാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ അല്പം കേൾക്കാനും കാണാനും കേട്ടിരിക്കാനും ഒക്കെ ഒരാകാംക്ഷയുണ്ട്, അറിയാനുമൊക്കെ. അതുകൊണ്ട് ചെയ്തതാണ്. വിവരാവകാശം മുഖേന ആർക്ക് വേണമെങ്കിലും എന്തും ചോദിക്കാമല്ലോ. അങ്ങനെ ചോദിച്ചു വാങ്ങിച്ചു വെച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ആർക്കും ഒരു സംശയം വേണ്ട കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവ് തരാം, എന്തെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പൊ അടുത്ത മറുപടി ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. എനിക്ക് ഒരുപാടുണ്ട് പറയാൻ, ഒരുപാടുണ്ട്. ഇവിടെ കൊണ്ട് തീരുന്നില്ല. അതിന്റെ മറുപടി വരുന്നതിനനുസരിച്ച് നമ്മുടെ റമ്പാച്ചൻ പറയുന്നതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ കോടതിക്ക് പുറത്ത് എന്തോ സെറ്റിൽമെന്റോ എന്തൊക്കെയോ ധാരണകളോ ഏതാണ്ടൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ഉള്ളതിന്റെ അതിനൊക്കെ വിവരങ്ങൾ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഞാൻ പറയത്തില്ല. ഇപ്പൊ പറയത്തില്ല. കൊന്നാ പറയത്തില്ല, പിന്നെ പറയാം.